ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഹൈ വോളിയത്തിലൊക്കെ പാട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു അടിപൊളി 2.1 ഓഡിയോ സിസ്റ്റമാണ് ഇത്. ഇതിൽ 2 ടവർ ബോക്സും അതുപോലെ തന്നെ ഒരു 12 ഇഞ്ചിൻ്റെ സബ് വൂഫറും ഈ ഓഡിയോ ആംപ്ലിഫയർ സിസ്റ്റവും കൂടി ചേരുന്നതാണ് ഈ ഒരു പാക്കേജ്. നല്ല ഹൈ ക്വാളിറ്റി തന്നെ നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേക്കിങ്ങിലായാലും സർക്യൂട്ട് ഡിസൈൻ്റെ കാര്യത്തിലായാലും എല്ലാം ആ ഒരു ക്വാളിറ്റി നമ്മൾ ഇതിന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിലാണെങ്കിൽ സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് HDMI ഒപ്റ്റിക്കൽ കോവാക്സിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൈക്ക് സപ്പോർട്ടുണ്ട്, എക്കോയുണ്ട്, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടി വിയിൽ കണക്ട് ചെയ്ത് HDMI ത്രൂവോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ കോവാക്സിലൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ OTT പ്ലാറ്റ്ഫോമിലുള്ള മൂവീസും ഒക്കെ അല്ലെങ്കിൽ പാട്ടുകൾ അങ്ങനെയുള്ള എന്തായാലും അതെല്ലാം നമുക്ക് ഇതിൽ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. നമുക്ക് വീട്ടിൽ നല്ല എത്ര ഹൈ വോളിയത്തിൽ വെച്ചാലും യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്തൊരു ഓഡിയോ, നല്ല പഞ്ച് ബാസും ഒക്കെ വരുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത്. തന്നെയല്ല ഇതിൻ്റെ ലുക്കിലൊക്കെ ആണെങ്കിലും ഒരു ബ്രാൻഡഡ് ഒരു ഓഡിയോ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് വരണം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്താണ് നമ്മൾ 10 ഇഞ്ചിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു 3-വേ സ്പീക്കർ പാക്കേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കമ്പോണൻസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേ ബ്രാൻഡിൻ്റെ തന്നെ കമ്പോണൻസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ 2.1 ഓഡിയോ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ, ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലും ഒന്ന് അറിയിച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവിലേക്ക് പോവാം. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഓഡിയോ സിസ്റ്റം ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ സ്പീക്കറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഏകദേശം ഒരു 2 അടിയോളം ഹൈറ്റ് വരുന്ന ഒരു ടവർ സ്പീക്കറാണ്. 10 ഇഞ്ചിൻ്റെ ഡ്രൈവറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് വെച്ചിരിക്കുന്ന എല്ലാ പാർട്സുകളെ കുറിച്ച് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡുഗീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സ്പീക്കേഴ്സാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഊഫർ, ട്യൂട്ടർ, മിഡ് റേഞ്ച്, അതിൻ്റെ ക്രോസ് ഓവർ. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിയോ ആണ് ഇതിൽ നിന്ന് വരുന്നത്. ഇതിനകത്ത് സിൽക്ക് ഡോം ട്യൂട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്ഷനും ഉണ്ട്. എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ അല്ല ഇതിൽ നിന്ന് വരുന്നത്. എന്താണോ ആ മ്യൂസിക് ഫയലിൽ എന്താണോ ഉള്ളത് അത് കറക്റ്റായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നിർമ്മിച്ചെടുത്തേക്കണേ ഒരു സ്പീക്കർ സിസ്റ്റമാണ് ഇത്. അതുപോലെ തന്നെ 18mm MDF-ലാണ് നമ്മൾ ഈ സ്പീക്കേഴ്സ് ചെയ്തിരിക്കുന്നത്. നല്ല ഹൈ ആക്യുറസിയിലാണ് നല്ല കട്ടിങ് കാര്യങ്ങൾ. അത് ഈ ബ്രാൻഡഡ് സ്പീക്കേഴ്സിലൊക്കെ വരുന്ന പോലത്തെ നല്ലൊരു പ്രീമിയം ഫിനിഷ് നമ്മൾ ഇതിന് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സർഫസ് നമ്മൾ ബ്ലാക്ക് വുഡ് ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്രാൻഡഡ് ലുക്കിലും അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് സ്പീക്കർ കണക്റ്റേഴ്സാണ് ഇതിൻ്റെ ബാക്കിലിരിക്കുന്നത്. അപ്പോൾ ഈ സ്പീക്കർ കണക്ടറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതുപോലെയാണ് ഈ രണ്ടെണ്ണം നമ്മൾ രണ്ട് ലെഫ്റ്റ് റൈറ്റ് വേണ്ടിയിട്ട് രണ്ട് സ്പീക്കേഴ്സ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇത് സബ്വൂഫർ നമ്മൾ 12 ഇഞ്ചിൻ്റെ JBL 1500 HI ആണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതും ഇതിൻ്റെ കറക്റ്റ് TS പാരാമീറ്റർ നമ്മൾ നോക്കി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് 18 mm MDF-ൽ നമ്മൾ നല്ല കറക്റ്റായിട്ടുള്ള പോർട്ട് ട്യൂൺ ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്തും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സ്പീക്കർ കണക്ടറാണ് എൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഹൈ ഗേജ് വയർ വെച്ചിട്ടൊക്കെ തന്നെയാണ് ഇത് വയർ ചെയ്തിരിക്കുന്നത്. സർഫസ് ഫിനിഷ് ആണെങ്കിലും ഇതൊരു ഗ്ലിറ്ററിങ് ഒരു എഫക്റ്റ് വരുന്ന പോലെയുള്ള ഒരു നല്ല ഒരു ഫിനിഷാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. 325 വാട്ട് RMS ആണ് ഈ സബ്വൂഫർ ബോക്സിൻ്റെ പരമാവധി ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. പിന്നെ ഇതാണ് നമ്മുടെ ഓഡിയോ സിസ്റ്റം. ഇതിൽ ഇക്വലൈസർ മോഡലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ LED ഡിസ്പ്ലേയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 കൺട്രോൾ വെച്ചിട്ടുണ്ട്. ഈ കൺട്രോളിൽ ഇത് റോട്ടറി എൻകോഡറാണ്. ഇതാണ് നമുക്ക് സബ്വൂഫറിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ റിമോട്ടും നല്ല ഹൈ ക്വാളിറ്റി, അതായത് ഈ സൗണ്ട് ബാറിലൊക്കെ വരുന്ന പോലത്തെ ഒരു പ്രീമിയം ക്വാളിറ്റി റിമോട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇത് റോട്ടറി എൻകോഡറാണ്. ഈ റിമോട്ട് ഇല്ലെങ്കിൽ പോലും ഇതിനകത്തുള്ള ഒട്ടുമിക്ക ഓപ്ഷനും ഈ ഒരൊറ്റ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം ഓണായിട്ടുണ്ട്. 2 VU മീറ്ററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. USB ഉണ്ട്, ഓക്സ് ഉണ്ട്, HDMI, ഒപ്റ്റിക്കൽ, കോവാക്സിൽ, ബ്ലൂടൂത്ത്, FM, 2 മൈക്ക് വിത്ത് ഈ എക്കോ. അതിൻ്റെ കരോക്കെ ഫംഗ്ഷൻ എല്ലാം നമുക്ക് ഈ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് USB-ൽ അല്ലെങ്കിൽ ബ്ലൂടൂത്തിൽ വേറെ ഏതെങ്കിലും ഡിവൈസിൽ ത്രൂ നമുക്ക് ഇതിൽ ഒരു പാട്ട് പ്ലേ ചെയ്യുവാണെങ്കിൽ കൂടെ അതേ സമയം തന്നെ നമുക്ക് മൈക്കിൽ കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാടാൻ പറ്റും. അങ്ങനെ കരോക്കെയൊക്കെ പഠിക്കേണ്ടവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു സിസ്റ്റം വളരെ ഉപകാരപ്രദമായിരിക്കും. ബാക്കി ഇവിടെ മാനുവൽ കൺട്രോൾ ഉണ്ട്. ഈ ഇക്വലൈസർ ഇത് 10 ബാൻഡ് ഗ്രാഫിക് ഇക്വലൈസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ 2 VU മീറ്റർ ഉണ്ട്. ഇവിടെയാണ് 2 മൈക്ക് സോക്കറ്റ് വരുന്നത്. ഇത് സബ്വൂഫറിൻ്റെ വോളിയം കൺട്രോളാണ്. അപ്പോൾ ഈ താഴെയുള്ളത് ഓൺ ഓഫ് സ്വിച്ചാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഈ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് വരുന്നത്. പിന്നെ ഇതെല്ലാം നല്ല കറക്റ്റായിട്ടുള്ള അക്രിലിക് ഷീറ്റിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല ഒരു ഭംഗി, അതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ എഫർട്ട് ഇതിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ഗ്ലാസ് ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഗ്ലാസ്സാണ്. ഈ ഔട്ടർ സർഫസും ഇതും ബ്ലാക്ക് തന്നെയാണ്. ഈ ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് വേറെ ഒരു ഷെയ്ഡ് മാതിരി തോന്നുന്നത്. ഇതും ബ്ലാക്ക് തന്നെയാണ്. അത് കുറച്ച് ടെക്സ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബ്ലൂ കളർ റിംഗ് ലൈറ്റ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫംഗ്ഷൻ റിമോട്ട് കൺട്രോൾ ആണ്. ഇതിനകത്തുള്ള എല്ലാ ഫംഗ്ഷനും ഈ റിമോട്ട് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബാക്ക് സൈഡ്. സ്പീക്കർ കണക്ടേഴ്സ് എല്ലാം നമ്മൾ ഹൈ ക്വാളിറ്റി ബനാന സോക്കറ്റ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് വയർ ഡയറക്റ്റായിട്ട് ഇതുപോലെ കണക്ട് ചെയ്യാം, അല്ലാതെ നമുക്കൊരു പിന്ന് കണക്ട് ചെയ്തും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് 2 കൂളിംഗ് ഫാനാണ് എൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. 2 നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു രീതിയിൽ നമുക്ക് കൂളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഹീറ്റ് ടെമ്പറേച്ചർ അധികമായിട്ട് യാതൊരുവിധ ഒരു കംപ്ലൈൻറ്റും ഇതിന് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഇൻപുട്ട് കണക്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത്. ഇതാണ് HDMI ARC ഇവിടെ കണക്ട് ചെയ്യാം. അതൊരു ഒപ്റ്റിക്കൽ, ഒരു കോവാക്സിൽ, പിന്നെ ഒരു ലെഫ്റ്റ് റൈറ്റ് ഒരു ഓക്സ് ഓഡിയോ കൊടുക്കാനുള്ള സംവിധാനം. പിന്നെ ഇതിലൊന്നും നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇത് ഈ കവർ വരുന്നത് എല്ലാം കോമൺ ആയിട്ടുള്ള ക്യാബിനായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് HDMI, ഒപ്റ്റിക്കൽ, കോവാക്സിൽ, പിന്നെ ഒരു ഓക്സ്, ഇത്രയും നമുക്കിനകത്ത് കണക്ട് ചെയ്യാം. ഇതാണ് ആൻറ്റിന പോയിൻ്റ്. ആൻറ്റിനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു RCA സോക്കറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡുഗീസിൻ്റെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി സ്പീക്കർ സോക്കറ്റുകളാണ് നമ്മൾ ഈ ബോക്സുകളുടെ പിൻഭാഗത്തും വച്ചിരിക്കുന്നത്. ഇത് സബ്വൂഫറിൻ്റെ പിൻഭാഗമാണ്. അതുപോലെ ഇതാണ് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ സ്പീക്കർ ടെർമിനൽ. അതും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബനാന സോക്കറ്റ്സ് ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസൈഡ് ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നോക്കി വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിയോ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഇൻസൈഡ് വ്യൂ.
ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ്. അത് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തതാണ്. പ്യുവർ കോപ്പർ വൈൻഡിംഗ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അലൂമിനിയമോ അങ്ങനെയുള്ള ഒന്നുമല്ല, നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ടൊറോയിഡൽ ട്രാൻസ്ഫോമർ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹെവി ആയിട്ട് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. 10,000 UF-ൻ്റെ 4 കപ്പാസിറ്റർ, 40,000 UF ആണ് ഇതിൻ്റെ ആ ഒരു റെക്ടിഫൈ സ്റ്റൈലിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന കപ്പാസിറ്റൻസ്. അതുപോലെ മെറ്റൽ ഡയോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റെഗുലേറ്റർ പവർ സപ്ലൈ ഉണ്ട്. ഇത് ഇക്വലൈസറാണ്, 10 ബാൻഡ് ഗ്രാഫിക് ഇക്വലൈസർ. ആ ഇക്വലൈസറിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഡ്യുവൽ പവർ സപ്ലൈ. അതുപോലെ തന്നെ 3 ബക്ക് കൺവേർട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കൂളിംഗ് ഫാനും ലൈറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതൊരു ഗെയിൻ കൺട്രോളാണ്, 2 ചാനൽ ഗെയിൻ കൺട്രോൾ. ഇതാണ് നമ്മുടെ സബ്വൂഫറിൻ്റെ ഫിൽറ്റർ ബോർഡ്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളൊരു സബ്വൂഫർ ഫിൽറ്റർ ബോർഡ്. യാതൊരു നോയ്സോ ഡിസ്റ്റോർഷനോ ഒന്നും ഈ സബ്വൂഫർ ഫിൽറ്റർ ബോർഡ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇവിടെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇതിൻ്റെ താഴെയാണ്, ഇവിടെയാണ് എൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ വിത്ത് ഡിലേ ഇരിക്കുന്നത്. അത് AC/DC പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ആംപ്ലിഫയർ. ഈ ബോർഡാണ് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ STK സീരീസിലുള്ള IC ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ. ഇതിൽ STKയുടെ IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ON സീരീസിലുള്ള 100+100 വാട്ട് RMS ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു STK IC ആണ്. ഇത് മെയ്ഡ് ഇൻ ഫിലിപ്പീൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. എത്ര വോൾട്ടേജ് കൊടുത്താലും ഇതും അങ്ങനെ ഹീറ്റ് ആവുന്ന പോലുമില്ല. അത്രയും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിയോയാണ്. പിന്നെ ഇതാണ് 250 വാട്ടിൻ്റെ കുമാറിൻ്റെ മോണോ ആംപ്ലിഫയർ. ഇതിലാണ് നമ്മൾ സബ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല ഹൈ ക്വാളിറ്റി. ഇതും STKയുടെ ആ ഒരു ഇൻസൈഡിൽ വരുന്ന സർക്യൂട്ടിനെ പുറത്ത് ചെയ്യിപ്പിച്ചിട്ടൊരു കാർഡ് പോലെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതാണ്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിയോ ആണ്. നല്ല പഞ്ചും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ റിമോട്ട് കിറ്റിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ HDMI ഒപ്റ്റിക്കൽ കോവാക്സിലൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു ഓവറോൾ ഒരു വ്യൂ ഉള്ളത്. എല്ലാം നല്ല കറക്റ്റായിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള വയറിങ്ങും കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ടുള്ള പവർ സപ്ലൈ ഒക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇക്വലൈസറിൻ്റെ ബോർഡിനാണെങ്കിൽ വളരെ ക്ലീനായിട്ട് നല്ല ഫിൽറ്ററിങ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡ്യുവൽ സപ്ലൈ ആണ് നമ്മളിതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇതിന് അകത്തെ വിശേഷങ്ങൾ. റോട്ടറി എൻകോഡറാണിത്. ഇതാണ് സബ്വൂഫറിൻ്റെ വോളിയം കൺട്രോൾ. ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ LED സ്ട്രിപ്സ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 VU മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാണ്, ഇവിടെയാണ് 2 മൈക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന മൈക്കാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇൻസൈഡിലെ ഒരു വ്യൂ ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ കൂടെ ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഓഡിയോ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഫീച്ചേഴ്സും മറ്റ് കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇതിൻ്റെ പ്രൈസ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. മറ്റൊരു പ്രോജക്റ്റുമായിട്ട് വീണ്ടും വരാം.